അസ്സലാമു അലൈക്കും. അപ്പോൾ മക്കളെ, എന്തൊക്കെ നിങ്ങളൊക്കെ വർത്താനം? സുഖം തന്നെയല്ലേ? നമുക്ക് ഇവിടെ സുഖം തന്നെയാണ്, അൽഹംദുലില്ലാ. വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല, ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. പിന്നെ നമ്മളിന്ന് വന്നിക്കണം എന്താ വെച്ചാൽ, ഇന്നിപ്പോൾ ഒരു സാധാ ചോറും കൂട്ടാനും അല്ലേനും, എന്നാൽ ഒരു തട്ടിക്കൂട്ട് ചോറും കൂട്ടാനായിട്ട് നമ്മൾ വന്നിക്കണത്. അപ്പോൾ കുട്ടികൾക്ക് കുറേ ദിവസമായി നെയ്ച്ചോറും ബിരിയാണി ഒന്നും ഇപ്പോൾ വെച്ച് കൊടുക്കലില്ല. പെരുന്നാൾക്ക് വെച്ചതാണ്. അപ്പോൾ കുട്ടികൾക്കും തന്നെ എന്തെങ്കിലുമൊക്കെ തിന്നാൽ പോൽക്കും പൂതി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എന്താ കാട്ടി, കുറച്ച് അരി ഉണ്ടായിരുന്നു ഇവിടെ, പിന്നെ ബസുമതി അരി. അത് കപ്സ കിറ്റിലുള്ള അരിയാണ്. അപ്പോൾ ആ കപ്സൻ്റെ സാധനങ്ങളൊന്നും ഇല്ല വെച്ചാൽ അതിൻ്റെ മസാലയൊന്നുമില്ല. ആകെ ഇവിടെ ഉള്ളത് കുറച്ച് നെയ്ച്ചോർക്കുന്ന മരുന്ന്. അപ്പോൾ ഞാൻ എന്താ കാട്ടിയാൽ നിങ്ങൾ അതിൻ്റെ പണിയൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ അത് നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ ചായക്കടിക്ക് ഞാനൊരു സാധനം ഉണ്ടാക്കിക്കണം, അതും നിങ്ങളൊന്ന് കണ്ടോളിട്ടോ. അപ്പോൾ ഒരു കുക്കറാണ് ഗ്യാസുമ്മ വെച്ചു. അതിൽ സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് നമ്മളോട് ഉണ്ടാക്കിയ കുറച്ച് നെയ്യുണ്ട്, നെയ്യെന്ന് അറിയണ്ട, നമ്മളെ ഭാഷ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ അതും അങ്ങോട്ട് ഇട്ടെടുത്തു. എന്നിട്ട് അത് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മളെന്ത് തട്ടിയാൽ നിങ്ങൾ, കുട്ടികൾക്കാണെങ്കിൽ ഉള്ളിയാണ് പറ്റൂല, ക്യാരറ്റ് പറ്റൂല, പച്ചക്കറി പറ്റൂല. അപ്പോൾ ഇപ്പം എന്തായാലും കുട്ടികളൊക്കെ തിന്നുമല്ലോ. അപ്പോൾ ഞാനെന്ത് തട്ടി 2 ക്യാരറ്റും അരിഞ്ഞു, ഒരു ഉള്ളി അരിഞ്ഞാണ്ട് ആ കുക്കർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളെ ചോറൊക്കെല്ലാം ഇങ്ങനെയൊക്കെയാണ് ഇട്ടില്ലേ, നിങ്ങളിതൊന്ന് കണ്ടു നോക്കി. എല്ലാ സാധനങ്ങളും എന്താ വെച്ചാൽ എല്ലാം ഇട്ടുങ്ങാണ്ട് നമുക്ക് ഇങ്ങോട്ട് ഉണ്ടാക്കുക. അല്ലാതെ അത് ഇല്ലാച്ചിട്ട് നമ്മളൊന്നും ഉണ്ടാക്കാതിരിക്കണ്ട. അതിനുള്ള രസം മതി, നമ്മൾ തന്നെയല്ലേ തിന്നാൻ, തക്കാരൊന്നും അല്ലല്ലോ നമ്മളെ കുട്ടികളും നമ്മളും തന്നെ. പിന്നെ ഇപ്പോഴത്തെ ഈ നേരത്ത് ഇതൊക്കെ തന്നെ വലിയ ഒരു കിട്ടലാണ് നമുക്ക് അല്ലേ. ഇതും കിട്ടാതെ എത്ര ആൾക്കാർ ജീവിച്ചിട്ടുണ്ടാകും. പഠിച്ചവനെ അവർക്കൊക്കെ ഹൈറായൊരു ജീവിതം കൊടുക്കണമല്ല. നമ്മളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചിട്ടോ അങ്ങനത്തെ ഒരു ഇതിന് വേണ്ടി. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആലോചിച്ചാൽ വെച്ചാൽ ഓരോരോ മനുഷ്യൻ്റെ അവസ്ഥ. നമ്മളതല്ലട്ടില്ലേ പറയുന്നത്. നമ്മോട് കുറേ ആൾക്കാർ നമ്മളെ പറച്ചിൽ കേട്ടപ്പോൾ അങ്ങനെ പിന്നെ സഹായം ചെയ്യണമെന്ന് ചോദിച്ചു. പഠിച്ചവന് ഇപ്പം നമുക്ക് സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മളെ മുപ്പരാക്കൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കാൻ പറ്റാത്തൊരു ചെറിയ പ്രയാസങ്ങളുണ്ടായിരുന്നു. അല്ലാതെ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ കിട്ടാത്ത, അല്ലെങ്കിൽ പൈസ കൊടുക്കാൻ കടമാണെങ്കിൽ കിട്ടും നമുക്ക്. ഇപ്പോൾ പൈസയും കിട്ടി, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾക്കായി ഇല്ലാത്തവരുണ്ട്, ഓലെ നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ ഓൽക്ക് കൊടുക്കുക. നമ്മൾ ചുറ്റുപാടിലൊന്നുമില്ല, ഉണ്ടാകുമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം നമ്മൾ കൂലിപ്പണി എടുത്തുകൊണ്ട് ജീവിച്ചുമ്പോൾ അതങ്ങോട്ട് ഇല്ലാതാകുമ്പോഴേ നമുക്കതറിയുള്ളൂ. അപ്പോൾ അതിക്ക് എന്തൊക്കെ ഇട്ടുമെന്ന് പറഞ്ഞല്ലോ. അപ്പത്തിന് ഒന്നുമില്ല. ആ പിന്നെ നെയ്ച്ചോറ്റിൻ്റെ മരുന്ന് ഇട്ട് കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തു, അത് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു പാത്രം പിന്നെ അരപ്പാത്രം അരിക്ക് ഒരു പാത്രം വെള്ളം അങ്ങനെയും പാർന്നു കൊടുത്തു. നെയ്ച്ചോറൊക്കെ ഇപ്പോൾ എല്ലാവർക്കും വെക്കാൻ വയ്ക്കും. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ വർത്താനം പറഞ്ഞാൽ പോയതാണ്, എന്നാലും നിങ്ങൾ കണ്ടോളി. അപ്പോൾ അത് നെയ്ച്ചോറാക്കി അങ്ങോട്ട് വെച്ചിടും. നെയ്ച്ചോറ് എന്നൊക്കെ അതിന് പറയാം, അല്ലാത്ത വേറെ. എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു. ആ പറയുന്ന മാതിരിയല്ല. നെയ്ച്ചോറാണെങ്കിൽ അതിക്ക് നമ്മൾ പിന്നെ നല്ല നാടൻ നെയ്ച്ചൊക്കെ അങ്ങോട്ട് കൂട്ടിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ നല്ലോണം കുക്കറിൽ ഒറ്റ വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ അത്ര മതി, വല്ലാതെ ഇട്ടാൽ വേഗം കയറും. അപ്പോൾ അരി ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടിച്ചു. അപ്പോൾ അത് വേഗം വെന്ത് കിട്ടട്ടെ. അപ്പത്തിന് നമുക്ക് എന്താട്ടറിയോ, ഒരു തക്കാളി ഞാൻ മിക്സിയിൽ അടിച്ചതാണ്. അതും അപ്പോഴും ഇവിടെ സാധനങ്ങൾ കമ്മിയാണ് ഇട്ടില്ലേ, വാങ്ങാൻ പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അതും അരച്ചു. അപ്പോൾ ഒരു 1/2 സ്പൂൺ മുളകും പൊടി അത് ഇടണുള്ളൂ. ഇനി കുറച്ച് ഈ അൽഫാം ഉണ്ടാക്കണ മസാല ഉണ്ടായിരുന്നു ഇവിടെ, അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നാൽ അൽഫാമിൻ്റെ ഒരു രസം ഉണ്ടായിക്കോളും. അത് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെ കാട്ടാൻ പറ്റുമെന്ന് വെച്ചാൽ അറിയില്ല. ഞാൻ അങ്ങനെയൊക്കെ കാട്ടും. നിങ്ങൾ ഇങ്ങനെയൊന്നും കാട്ടി നിങ്ങളെ മട്ടം പോലെ കാട്ടിക്കൊണ്ട് ഞാൻ കാട്ടണതാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ അതിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ലൈക്കും അടിച്ചോളിയും, സബ്സ്ക്രൈബും ചെയ്യാത്തോലുണ്ടെങ്കിൽ അതും ചെയ്തോളിയും. പിന്നെ എന്താ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതിന്മേൽ നോക്കിക്കോളി. എന്നാൽ നമ്മളെ വീഡിയോ നമ്മൾ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ കോഴി ഞെയ്ക്കാൻ ഇട്ട് കൊടുക്കുക. കോഴിത്തെ വെള്ളമൊന്നും വാർന്നിട്ടില്ലേ. അപ്പോഴത്തേന് കുറേ കുട്ടികൾ, അതായത് പെൺകുട്ടികളെ, നമുക്ക് പെൺകുട്ടികളാണെങ്കിൽ പിന്നെ മെസ്സേജ് കമൻറ്റ് ചെയ്തിട്ട് താത്ത നിങ്ങൾ നിർത്തല്ലിട്ടോ, ഞങ്ങളമ്മക്ക് നല്ല ഇഷ്ടമാണ്, ഞങ്ങളമ്മ കുറേ കുട്ടികൾ ഞങ്ങളമ്മക്ക് ഇഷ്ടമാണ്. അമ്മ പറയുമ്പോൾ കുറച്ചൊരു 40 വയസ്സിന് മുകളിലൊക്കെ എല്ലാവരെയൊക്കെ അറിഞ്ഞു വെച്ച് തോന്നുന്നത്. അങ്ങനത്തെയൊക്കെ ആൾക്കാർ നമ്മളെ വീഡിയോ, നമ്മളെ നാടൻ വർത്താനം ഇപ്പം അങ്ങനത്തെ പോലൊക്കെ അല്ലേ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. കുറേ അമ്മമാർ നമ്മൾ താത്താർ ഒക്കെ കേൾക്കുന്നുണ്ട്, കുറേ കുട്ടികളും കേൾക്കുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് സന്തോഷമുണ്ട്. എല്ലാവരും ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് ആ കോഴി നമ്മൾ കുറച്ച് നേരം അവിടെ വെച്ചു, 1/2 മണിക്കൂർ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനിതിൽ ഇട്ടതിട്ടില്ലേ. അപ്പോൾ
വീഡിയോയിൽ ഇങ്ങനെ നമ്മൾ ആ നേരമൊന്നും കാണിച്ചില്ലല്ലോ. മസാല പിടിപ്പിച്ചേക്കത് ഇട്ടാൽ കോഴിയാണ് ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അൽഫാമിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. എന്താ പറയുക, നമ്മൾ ആ മസാല അങ്ങോട്ട് കൂട്ടിയിട്ടാണ്. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു, അങ്ങനത്തെ ഒക്കെ പാടെ ഇട്ടുങ്ങാണ്ട് ഇങ്ങോട്ട് കുഴച്ചിരിക്കുകയാണ്. തോനെ എരി നമ്മൾ ഇട്ടാൽ കുട്ടികൾക്ക് പറ്റൂല. അതുകൊണ്ട് നുള്ളു മുളകും പൊടി ഇട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ കോഴിപ്പൊരിയൊക്കെ അവിടെ അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയിരിക്കണം. ആകെ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു നേരത്തിന്, 2 നേരത്തിനില്ല, ഒരു നേരത്തിനില്ല ഇത് ഉണ്ടാക്കണുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് പൊരിച്ച് എടുക്കാമല്ലോ. മസാല തേച്ചങ്ങാണ്ട് കുറച്ച് ഞാൻ ഫ്രിഡ്ജിക്ക് വെക്കുകയും ചെയ്തിരിക്കണം. ഉച്ചക്കേക്കിനുള്ളതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. കോഴി തന്നെയാണ് ഇപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുകയാണെങ്കിൽ കിട്ടാമല്ലോ. അല്ലാത്ത ഇറച്ചി മീനൊന്നും ഇപ്പോൾ നമ്മൾ മീൻ കിട്ടൂല, ഇറച്ചിയിട്ട് വല്ലാതെ വാങ്ങലുമില്ല. ഇപ്പോൾ വലിയൊരു മട്ടല്ല. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടം കോഴിയാണ്, അതുകൊണ്ട് അതങ്ങോട്ട് വാങ്ങുന്നത്. എന്നൊന്നും വാങ്ങിയാൽ അത് മടുക്കുകയും ചെയ്തു. മീനാകുമ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും തിന്നാലല്ലേ. ഇപ്പോഴത്തെ മീനൊന്നും നല്ല മീനല്ല, അത്രേ കെട്ടിക്കിടന്നിട്ട് വരുന്ന മീനല്ല. മീൻ കടലിലേക്കൊന്നും ഇറങ്ങായിട്ടേ. അപ്പോൾ നെയ്ച്ചോറൊക്കെ അതാ നല്ല ഉഷാറായിട്ട് ഇങ്ങോട്ട് വന്നിക്കൂടെ. നല്ലൊരു മഴ ഉണ്ടായിരുന്നു ഈ ചോറ്. പറയാമല്ല, ഞാൻ ഉള്ളതന്നെ പറയുന്നത് കേട്ടില്ലേ. അപ്പോൾ ആ ചോറ് ഞങ്ങൾ വിളമ്പിങ്ങാണ്ട് കുട്ടികൾക്ക് അങ്ങോട്ട് കൊടുക്കുക. കോഴി വന്നതുണ്ടല്ലോ അതും അങ്ങോട്ട് കൊടുക്കുക. അത് ഞാനങ്ങോട്ട് കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറയും കൂടി നനക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ കിട്ടിയത്, ചായക്ക് കടി ഉണ്ടാക്കാം കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഗോതമ്പപ്പൊടി ഉണ്ടായിരുന്നു ഇവിടെ, അതുകൊണ്ട് എടുത്താണ്ട് അതിലേക്ക് നുള്ളു കൊക്കോ പൗഡറും പിന്നെ നുള്ളു ബേക്കിംഗ് പൗഡറും അതൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോണം എന്നിട്ട് അരിച്ചെടുത്തു. അപ്പോൾ അത് കളറുണ്ടാകാൻ വേണ്ടിയാണ് ബേക്കിംഗ് പൗഡർ ഇട്ടത്, അല്ലെങ്കിൽ ഒരു വെള്ള കളറിലേക്കാണ്. അപ്പോൾ അത് കേക്കൊന്നുമല്ല, എന്നാൽ കേക്കിൻ്റെ മാതിരി ഒരു സാധനം. പിന്നെ അതങ്ങോട്ട് ഉണ്ടാക്കിയപ്പോൾ എന്നാൽ കുട്ടികൾക്ക് വെറും ചായ കൊടുക്കണ്ട, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടേന്ന് നമ്മളെ തട്ടിക്കൂട്ടും. അപ്പോൾ ഇതെന്താ പറയുക, കേക്ക് ഉണ്ടാക്കുന്ന പാത്രമാണ്. അതിലേക്ക് ഞാൻ എന്താ കിട്ടിയത്, കുറച്ച് നെജ്ജ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന നെജ്ജ് ഉണ്ടായിന്ന് പറഞ്ഞില്ലേ, അതങ്ങോട്ട് ആക്കി കൊടുത്തു ആ പാത്രത്തേക്ക്. അങ്ങോട്ട് അയക്ക് അതൊന്നും കൂടി അങ്ങോട്ട് അരിച്ചാൽ അപ്പോൾ എന്താവും, ആ ഗോതമ്പപ്പൊടി അതിലിങ്ങനെ തട്ടിങ്ങാണ്ട് അതിൽ നിന്നോളൂ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വെക്കണം ബട്ടർ പേപ്പർ, മറ്റേത് മറിച്ചൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ അതിന് വേണ്ടിങ്ങാണ്ട് ഞാൻ എന്താ കിട്ടണം, അയക്ക് മൈദ അങ്ങോട്ട് തട്ടിങ്ങാണ്ട് അരിച്ചാൽ അതിലുണ്ടോ അങ്ങനെ പിടിച്ചും ചെയ്തോളും. ഇനി അതിൽ തന്നെ നമുക്ക് കേക്കിൻ്റെ ഇത് പറഞ്ഞങ്ങാണ്ട് ഉണ്ടാക്കുകയും ചെയ്താലോ. കേക്ക് അതിന് പറയില്ല, അതിങ്ങനെ ഒരു സാധനം. എന്തേലൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം അതൊക്കെ പറ്റുള്ളൂ, പറ്റണ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു മിക്സിക്ക് 2 മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് വെച്ചു, 2 തന്നെ ഉള്ളൂ. അതിൽ കുറച്ച് പഞ്ചാര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം, കുറച്ച് വാനില എസൻസ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ മുട്ടൻ്റെ മണമില്ലാതിരിക്കാൻ. മുട്ട എന്തിനാ അറിയാതെ ഒന്നിന് പൊന്തി വരാൻ, അല്ലെങ്കിൽ ഒരുമാതിരി കട്ടിയപ്പം പോലെ കിടക്കൂലേ. അപ്പോൾ അതങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് നമ്മളെ ഈ തരിച്ച് വെച്ചിരിക്കണ പൊടി ഉണ്ടല്ലോ, അത് ഗോതമ്പപ്പൊടി അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൈദ കൊണ്ടല്ലേ ഉണ്ടാക്കുക. ഈ മൈദ കൊണ്ടും അല്ലെങ്കിൽ ഗോതമ്പപ്പൊടി കൊണ്ടും കേക്ക് ഞാൻ ഉണ്ടാക്കലൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് വെള്ളമാണ് പാർന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അത് പറ്റ അങ്ങോട്ട് ഇതാകും. കാരണം 2 മുട്ടയ്ക്ക് കണ്ട മൈദയൊക്കെ പാടിട്ടില്ല. എന്തായാലും 1 കപ്പ് 1.5 കപ്പോളം മൈദ അല്ല ഗോതമ്പപ്പൊടി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു സാധനം കൂടി അതിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടില്ലേ, അപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് കിട്ടുക. അത് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്ക് ഒഴിച്ച് കൊടുക്കാനുള്ള സാധനം എന്ന് പറയുന്നത് ഒരു നേന്ത്രപ്പഴമാണ്. ആ നേന്ത്രപ്പഴം നമുക്ക് വെള്ളത്തിൻ്റെ ഇപ്പോൾ പാകത്തൊരു വെള്ളം ആയിട്ടില്ല, ഇനി ലേശവും കൂടി ഒന്നും ഇങ്ങോട്ട് അയക്കണം നമുക്കത്. അപ്പോൾ അതങ്ങോട്ട് തോലാണ് മിക്സി കിട്ടാണ്ട് അടിച്ചെടുക്കുക. ആ അടിച്ചെടുത്തത് നമുക്ക് അതിക്കണം പാർന്ന് കൊടുക്കുക. അപ്പോൾ അതൊന്നും കൂടി ഇങ്ങോട്ട് ലൂസാവും. അങ്ങനെ അങ്ങോട്ട് ആയിട്ട് നമുക്ക് നമ്മളെ കേക്ക് ഉണ്ടാക്കണ പാത്രത്തേക്കാണ് പാർന്ന് കൊടുക്കുക. ഇനി കുറച്ച് നെജ്ജും പാർന്ന് കൊടുക്കുക. സാധാരണ നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കരുത്. ഇതൊക്കെ നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന നെജ്ജുണ്ടല്ലോ, ആ നെയ്ച്ചോറ് വെച്ചേ, അതിപ്പോൾ നമ്മൾ പാലൊക്കെ വാങ്ങുമ്പോൾ അതിന് ഞാൻ പാടെടുത്ത് ഉണ്ടാക്കണേനായിട്ടില്ല, ഇവിടെ ഉണ്ടാക്കണേനെ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. നിങ്ങൾ കാണാത്തവർ കാണുന്നില്ലല്ലോ ഉണ്ടെങ്കിൽ അത് പോയി കണ്ടുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ സാധനത്തേക്ക് അങ്ങോട്ട് പാർന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി നല്ല നല്ല ഉഷാറ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വരണ്ടിട്ടില്ല. ഇപ്പോഴത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മളെ സാഹചര്യത്തിന് അനുസരിച്ചുള്ള ഒരു സാധനങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ നമ്മൾ അടുപ്പത്ത് വെച്ച് നല്ലോണം നല്ല ചൂടാക്കിയത് അതിക്കത് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ കുക്കറിൻ്റെ വാസർ അങ്ങോട്ട് ഊരണം. അത് ഊരിയിട്ട് വിസിൽ അവിടെ തന്നെ വെയിറ്റർ അവിടെ തന്നെ നിന്നോട്ടെ. ഇനി കുറച്ച് തിരിച്ച് കൂട്ടി അങ്ങോട്ട് ഇടണം. കൂട്ടിയിട്ടിട്ട് അതങ്ങോട്ട് കുറക്കണം. ഒന്നും ചൂടാകുമ്പോൾ 2-3 മിനിറ്റ് വെച്ചുമ്പോൾ അപ്പത്തിന് അതവിടെ വെന്തിട്ടി. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ
അത് എന്തപ്പോൾ ഇനി ചൂടാറി കിട്ടണം. അപ്പോൾ കുട്ടിയൊക്കെയാണെങ്കിൽ ഇത് എന്ത് സാധനം വെച്ചിട്ട് ഓലും ഇങ്ങനെ വണ്ടിപ്പായാണ് പിന്നാലെ. അതുകൊണ്ട് ചൂടാറിനതിന് മുമ്പ് എങ്ങനെ ഇപ്പോൾ കൊടുക്കുക? എന്തായാലും അത് ചൂടുണ്ട്. ചൂടാറിനതിന് മുമ്പ് മുറിച്ചിട്ടാണ് ഒരുമാതിരി കഴിക്കണം. അല്ലെങ്കിൽ ചൂടാറിയിട്ട് മുറിച്ചാണ്ടല്ലോ നല്ല ഉസാറിൽ കിട്ടും. ഒരു തൊരം തരായിട്ട് ഓർക്ക് ഇപ്പോൾ എന്താണെന്ന് അറിയണ്ട. നമ്മൾ സാധാരണ ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കലില്ലേ. അപ്പോൾ എന്തെങ്കിലും പോലെ കണ്ണിപ്പൊടി ഉണ്ട്, അതിന് വേണ്ടി കാട്ടണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അറിയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നുകൂടി നിങ്ങളോട് പറയണം. നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചിട്ടില്ലേ.